ശബരിമലയിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം തിരികെ സ്ഥാപിച്ചതിലും ദുരൂഹത. തിരികെ സ്ഥാപിക്കുന്ന ചടങ്ങിൽ നിന്ന് തിരുവാഭരണ കമ്മീഷണറെ ഒഴിവാക്കി. നിയമപ്രകാരം താൻ ഉണ്ടാകണമെന്നും ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും മുൻ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. 2019 ജൂലൈയിൽ ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. 40 ദിവസത്തിനു ശേഷം സ്വർണം പൂശുമ്പോഴും അപ്പോൾ സ്ഥലം മാറിയെത്തിയ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണനും ഉണ്ടായിരുന്നു. സ്വർണം പൂശിയ ശേഷം തൂക്കം പരിശോധിച്ചതും RG രാധാകൃഷ്ണൻ തന്നെ. പക്ഷേ 2019 സെപ്റ്റംബറിൽ തിരികെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളി സ്ഥാപിക്കുമ്പോൾ ശബരിമലയിൽ നിന്ന് RG രാധാകൃഷ്ണനെ ഒഴിവാക്കി. 19-ാം തീയതി ആണ് ഇളക്കിക്കൊണ്ട് പോകുന്നത്. അത് സ്വർണം പൂശുന്നതിന് തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്നും എന്നാൽ തിരിച്ചു കൊണ്ടുപോകുന്നതിന് അവിടെ ഉള്ള കുറെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം മാത്രമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് പർപ്പസ്ഫുൾ ആണോ ഉള്ളത് എന്ന് എനിക്കറിയില്ല. തന്നെ ഒഴിവാക്കിയതിൽ പല ദുരൂഹതകളും ഉണ്ടാകാമെന്നും തന്റെ സാന്നിധ്യത്തിൽ എന്തെങ്കിലും ദോഷം അവർ കണ്ടിട്ടുണ്ടാകാമെന്നും RG രാധാകൃഷ്ണൻ. നമ്മുടെ നിയമം അനുസരിച്ച് അറിയിക്കേണ്ടതല്ലേ? അവർ പിന്നെ ഇറക്കുന്നതിന് എന്തിനു അറിയിച്ചു? തിരിച്ചു സ്ഥാപിക്കുന്നതിന് പ്രത്യേകം ആളുകളുടെ പേര് പറഞ്ഞ ആ ഓർഡർ കയ്യിലുണ്ടല്ലോ. അതിനകത്ത് തിരുവനന്തപുരം കമ്മീഷണർ പേര് പറയുന്നില്ലല്ലോ. ഇല്ലല്ലോ, അത് കുറ്റമല്ലേ? സ്വർണം പൂശി തൂക്കം രേഖപ്പെടുത്തിയ ശേഷം തിരികെ സ്വർണ്ണപ്പാളി ശബരിമലയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള സംഘം മറ്റെന്തെങ്കിലും കൃത്രിമം ഇതിൽ നടത്തിയോ എന്നതടക്കം പുറത്തു വരേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.